ഷംസുദ്ദീൻ മൗലവി, എന്തുകൊണ്ട് ഈ ഭീകരവാദത്തെ മതമേധാവിത്വം തള്ളിപ്പറയുന്നില്ല? നോക്കൂ, കേരളത്തിൽ നിന്ന് ISIS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നു. ഞങ്ങളാണ് 2015 ആദ്യമായിട്ട് ആ വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന രീതിയിലാണ് ഇവിടുത്തെ ഭരണകൂടം അന്ന് പ്രതികരിച്ചത്. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് സ്ഥിതിഗതികളൊക്കെ മാറി. ഈ റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കൾ തന്നെ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോഴാണ് ബോധ്യം വന്നത് എല്ലാവർക്കും. ഇപ്പോൾ നോക്കൂ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിലും ഭീകരവാദ കേസുകൾ അത് പിടിക്കുമ്പോൾ ഒരു മലയാളി സാന്നിധ്യം കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ ഇവിടെ? എന്തുകൊണ്ട് തീവ്രവാദികളെ, ഭീകരവാദികളെ മതമേധാവിത്വം തള്ളിപ്പറഞ്ഞു ഒരാളും പ്രസ്താവന ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഈ ഇത്രയും 30 വർഷം നീണ്ട മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഇവർ ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല, അല്ലെ ഇവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറന്തള്ളുന്ന ഒരു സമീപനം മതമേധാവിത്വം എടുക്കുന്നില്ല. അത് ഈ പ്രത്യക്ഷത്തിൽ ഇതിനെയൊന്നും അനുകൂലിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി ഇതൊക്കെ ആസ്വദിക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, നേരത്തെ ശ്രീ കേണൽ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ മദ്രസ വിദ്യാഭ്യാസം എന്താണ് അവിടെ നടക്കുന്നത്? മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അതെപ്പോഴും വലിയൊരു സമസ്യയായിട്ട് കിടക്കുകയാണ്. ആ വിഷയവും യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ നമ്മൾ ഈ ഭീകരവാദം സമഗ്രമായി ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ? ശ്രീ മൗലവി. ഇവിടെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പൊ IS-ലേക്ക് നടന്ന റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങയുടെ 30 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ പോലും കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ള തീർത്തും നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പറയാൻ അവസരം തരിക. നിങ്ങൾ എനിക്കൊരു സമയം തരികയാണെങ്കിൽ, ജനൻ TVയുടെ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ 30 വർഷത്തിനിടയിൽ കേരളത്തിലെ മുഖ്യധാരയിൽപ്പെട്ട മുഴുവൻ മുസ്ലിം സംഘടനകളും, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംവിധാനങ്ങളടക്കം, ഭീകരവാദത്തിന് മതമായോ സവിശേഷിച്ച് ഇസ്ലാമുമായോ യാതൊരു ബന്ധവുമില്ല എന്നുള്ള 100 കണക്കിന് സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഹാജരാക്കാൻ ബാധ്യസ്ഥനാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു വെച്ചത്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും, പക്ഷേ ആത്മാർത്ഥത ഇല്ലാത്ത കാണാൻ പറ്റുന്നത്. അതിനെതിരെ നോക്കൂ, ഞാൻ അല്ല, എനിക്കങ്ങനെ തോന്നിയതുകൊണ്ട് അറിയാലോ, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്. അല്ല, അങ്ങ് ആദ്യം പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ല. എനിക്ക് സമയം തരികയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ അതാ പറഞ്ഞത്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമല്ലോ, അല്ലാതെ ഞങ്ങൾ ഇത് പ്രതികരിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു പ്രസ്താവന ഇറക്കുന്നതിന് കവിഞ്ഞ് ഇതൊന്നും ഉണ്ടാവരുത്, ഇതിനി ആവർത്തിക്കരുത്, ഇത് ഞങ്ങളായിട്ട് ഇല്ലാതാക്കാൻ ഞങ്ങളായിട്ട് മുൻകൈ എടുക്കണം എന്ന 100% ആത്മാർത്ഥതയോടെ എത്ര സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചത് അങ്ങനെ ഇപ്പോ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ എല്ലാവർക്കും അതിനകത്ത് ബാധ്യതയുണ്ട്. ഇപ്പോ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച, ഞാൻ എന്റെ കൃത്യമായ മറുപടി പറയാൻ ഇടയ്ക്ക് ഇടപെടാതിരുന്നാൽ ഞാനത് പറയാം. രണ്ടാമത് അങ്ങ് സൂചിപ്പിച്ചത് മദ്രസകളിൽ ഇൻജക്ട് ചെയ്യുകയാണോ എന്നാണ്. ഞാൻ പറയുന്നു, കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഏകദേശം എന്റെ അറിവിൽ 6ഓ 7ഓ മദ്രസ ബോർഡുകളുണ്ട്. ഈ മദ്രസ ബോർഡിലെ മുഴുവൻ പുസ്തകങ്ങളും സംഘടിപ്പിച്ച് ഞാനിവിടെ ഈ ജനൻ TVയുടെ ഫ്ലോറിൽ വരാം. ആ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഭീകരവാദത്തെ ഇൻജക്ട് ചെയ്യുന്ന ഒരു വരി നിങ്ങൾ കാണിച്ചു തന്നാൽ, അപ്പോ നമുക്ക് ഈ സംവാദത്തിന് അപ്പോഴാണല്ലോ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. നമ്മുടെ ശ്രീ അദ്ദേഹം സൂചിപ്പിച്ചു, ആരിഫ് ഹുസൈൻ സൂചിപ്പിച്ചു, അദ്ദേഹം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയം എനിക്ക് അനുവദിക്കൂ. ആരിഫ് ഹുസൈൻ സൂചിപ്പിച്ചു, അത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയായിട്ട് ഞാൻ മനസ്സിലാക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു അസൈൻമെന്റ് പൂർത്തിയാകണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞാൽ പോരാ, വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയണം. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. മായ കോഡ്നാനി എന്ന് പറയുന്ന പ്രൊഫഷണലായ ഗൈനക്കോളജിസ്റ്റ് ആയ സ്ത്രീയെ ശിക്ഷിച്ചെങ്കിലും അവരെ പിന്നീട് ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതി വെറുതെ വിട്ടു. പിന്നെ താങ്കൾ പറഞ്ഞത് പ്രവീൺ തൊഗാഡിയാണ്. പ്രവീൺ തൊഗാഡിയ ഇപ്പോ ചെങ്കോട്ട ആക്രമണത്തിൽ അറസ്റ്റിലാക്കപ്പെട്ടവരിലും 4 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ആ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ
അവർ ഏത് ജിഹാദിനാൽ സ്വാധീനിക്കപ്പെട്ടവർ എന്നാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പോ ഭീകരവാദത്തെ ടെററിസം എന്ന് പറയരുത്, ജിഹാദ് എന്ന് തന്നെ പറയണം. ആ BJP-യുടെ പ്രതിനിധിയായ ശ്രീ ഡെന്നി അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അക്കാര്യത്തിൽ അദ്ദേഹത്തോട് യോജിക്കുന്നു. അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുക. ജനൻ ടിവിയുടെ ടൈറ്റിലും വൈറ്റ് കോളർ ടെററിസം എന്നുള്ളതാണ്. പക്ഷേ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് പൂർത്തിയാകണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗതികേടാണ്. ഞാൻ അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയണം. ഞാൻ ചോദിക്കുന്നു, ക്യാൻസർ സർജനായ പ്രവീൺ ഭായി തൊഗാഡിയ എന്ന് പറയുന്ന ആൾ കൊലവിളി നടത്തുകയും ആക്രോശിക്കുകയും ആയുധങ്ങൾ വിതരണം ചെയ്ത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ ഡിന്നി പറഞ്ഞു, ഞാൻ ഞാൻ ഒരു മതത്തിലെയും ആളിനെയല്ല, ഞാൻ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും, പക്ഷെ ഇതുകൂടി അഡ്രസ് ചെയ്യപ്പെടണം എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു. അല്ല, ഞാൻ ഞാൻ പറയുന്നതിനുള്ള കോണ്ടക്സ്റ്റ് ഇതാണ്. ആരിഫ് ഹുസൈനെ പോലുള്ളവർ ജിഹാദ് എന്ന് പരാമർശിക്കുമ്പോൾ മായ കോഡ്നാനി സ്വാധീനിക്കപ്പെട്ട ജിഹാദ് ഏതുതരം ജിഹാദാണ്? പ്രവീൺ ഭായി തൊഗാഡിയ സ്വാധീനിക്കപ്പെട്ടത് ഏതുതരം ജിഹാദാണ് എന്നെനിക്ക് പറയണം. മദ്രസയില് അദ്ദേഹം പറഞ്ഞു ഗസ്വായെ ഹിന്ദ് എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് ഇന്ത്യയിൽ യുദ്ധം നടത്തുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. അത് മദ്രസയിൽ പഠിപ്പിക്കുന്നു. ഏത് മദ്രസയിൽ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു കോണ്ടക്സ്റ്റിൽ ഏതെങ്കിലും ഒരു വിശ്വാസപരമായ ധാർമ്മികമായ ഒരു കാര്യം പരാമർശിക്കുമ്പോൾ അതിനെ പൊളിറ്റിക്കലായി രാജ്യവിരുദ്ധമായി ഇദ്ദേഹമൊക്കെ അവതരിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ആരിഫ് ഹുസൈന്റെ മുന്നിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രാജ്യസ്നേഹികളാകുന്ന ആരിഫ് ഹുസൈന്റെ മുന്നിൽ എപ്പോഴാണ് രാജ്യസ്നേഹികളാകുന്നത്? പ്രിയപ്പെട്ട മൗലവി, 2047 ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന ഉദ്ദേശത്തോടെ, ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച സംഘടന ഏതാണ്? അല്ല, ഞാൻ പറയട്ടെ അതായത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ എങ്ങനെയാണ് മുസ്ലിമുകൾ ദേശസ്നേഹികളാകുന്നത്? ഈ കേണൽ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന വ്യക്തി, അവര് ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത, അവരെ പിന്നെ കുൻവർ വിജയ് ഷാ എന്ന് പറയുന്ന BJP-യുടെ മന്ത്രി ഭീകരവാദികളുടെ സഹോദരി എന്നാണ് വിശേഷിപ്പിച്ചത്. കേണൽ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ വിജയകരമായ പങ്കാളിത്തം വഹിച്ച ഒരു കേണലിന് പോലും ഈ ആരിഫ് ഹുസൈൻ അടക്കമുള്ളവർ പ്രതിനിധീകരിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആശയധാരകൾക്ക് മുന്നിൽ ദേശസ്നേഹികളാകാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യൽ, ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യൽ. ഞാൻ ഇതുവരേക്കും എൻ്റെ ഒരുപാട് നാളത്തെ അനുഭവത്തിൽ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്ന കൃത്യമായ പോയിന്റ് അദ്ദേഹം അത് അഡ്രസ് ചെയ്യാൻ തയ്യാറാകണം. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം പറയേണ്ടത് ഏത് മദ്രസയിലാണ് രാജ്യത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യൽ, ഇതാണ് കേരളത്തിലെ ഏത് മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്? നമ്മളിപ്പോ കേരളത്തിലാണല്ലോ. ഈ കേരളത്തിലെ മദ്രസകൾ നമുക്ക് പരിചയമുണ്ട്, പാഠപുസ്തകങ്ങളെ നമുക്ക് ബോധ്യമുണ്ട്. അതൊരു ഏതെങ്കിലും പറഞ്ഞോളൂ. അപ്പൊ ഏതെങ്കിലും വിശ്വാസകരമായ ഭാഗമോ മറ്റോ എടുത്തുകൊണ്ടുവരാതെ രാഷ്ട്രീയമായി എതിരായി യുദ്ധം ചെയ്യൽ മുസ്ലിമുകളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞത് എവിടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം വേറെ എന്തോ ഒരു കണക്ക് പറയുന്നതായിട്ട് 16 മാസം അത് അങ്ങ് ചോദിച്ചല്ലോ, ഒരു ചെറിയ ടെക്നിക്കൽ എറർ ഉള്ളതുകൊണ്ടാണ്. താങ്കളുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്, താങ്കളുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നടന്നത്. ഞാൻ പറഞ്ഞു ഞാനുണ്ട്, ശ്രീ ആരിഫ് ഹുസൈനോടൊപ്പം ഉണ്ട്. അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഏതോ ഒരു സംഘടന അദ്ദേഹത്തിന്റെ ഒരു കണക്ക് കൂട്ടലിൽ അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 16 മാസം പരിശീലനം നൽകിയിട്ടാണ് ഭീകരവാദികളാക്കുന്നത്. പുതിയ കാലത്ത് അതിന്റെ ആവശ്യമില്ല. അപ്പോ ചോദിക്കാം, 16 മാസമുള്ള ഏതൊരു ഭീകരവാദ സംഘടനയാണ്? അങ്ങനെ ഒരു സംഘടന രാജ്യത്ത് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പം വരും. അവരെ നമുക്ക് നമ്മൾ രണ്ടുപേരും ഇന്ത്യയുടെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് അവരെ നമുക്ക് കൊണ്ടുവരണമല്ലോ. 16 വർഷം
ഒരുമിച്ച് തരാം മറുപടി. അതെ, 16 വർഷം 16 മാസം പിന്നെ അവർക്ക് പരിശീലനം നൽകി. അങ്ങനെ 16 മാസം കൊണ്ടാണ് ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും. അങ്ങനെ ഓരോ കണക്കുകൾ പറയുക, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹവും താല്പര്യവും ഇത് ഏതെങ്കിലും ഒരു മതത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ എത്തിക്കുക, ഈ ഭീകരവാദത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് എന്ന് പറയുന്ന ഒരു വലിയ അസൈൻമെന്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, ഈ മതഭീകരതയെ അല്ലെങ്കിൽ പിന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒക്കെ എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുവന്ന് കെട്ടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, BJP-യുടെ ആ പ്രതിനിധി ശ്രീ ഡിന്നി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറഞ്ഞാൽ 2 പേരുകൾ പരാമർശിച്ചു. കാരണം ആ പേരുകൾ പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ആരിഫ് ഹുസൈൻ അവറുകളെ പോലെയുള്ള ആൾക്കാർ വളരെ കൃത്യമായി ഒരിടത്തേക്ക് ഇത് കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഒരാള് പിന്നെ അല്ലാത്ത രീതിയിലും ഈ വിഷയത്തെ അഭിസംബോധന മൗലവി, താങ്കൾക്ക് 2 പേരെ പറയാൻ പറ്റിയുള്ളൂ. ഇപ്പുറത്ത് ഒരു 100 പേരുണ്ട്. ഞാൻ പറഞ്ഞു ഭീകരവാദത്തിന്റെ താങ്കൾക്ക് 2 പേര് മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പുറത്ത് ഒരു 100 പേരുണ്ട്, അതാണ് വ്യത്യാസം. ഓക്കെ, ഞാൻ പേര് മാത്രമല്ല, ഞാൻ പറഞ്ഞു തരാം അങ്ങേക്ക്. ഞാനിവിടെ പറഞ്ഞല്ലോ, പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ ചോർത്തി കൊടുത്തതിന് വേണ്ടിയിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട 100 കണക്കിന് പേരുടെ പേരുകൾ ഞാൻ വായിക്കാം. 100 കണക്കിനൊന്നുമില്ല, 100 കണക്കിന്. അല്ല, അങ്ങ് എനിക്ക് അവസരം തരൂ, ഞാൻ വായിക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഇദ്ദേഹത്തെ പോലെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി വരിക, ഈ ഒരു ഭീകരവാദം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് എത്തുക, എന്നിട്ട് തീർത്തും വാസ്തവവിരുദ്ധമായ മദ്രസയടക്കമുള്ള 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. കേരളത്തിൽ ഏത് മദ്രസയിലാണ് ഭീകരവാദം? ഞാൻ ഈ ഫ്ലോറിലേക്ക് ഞാൻ വരാം. എല്ലാ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസ ബോർഡുകൾ ആരിഫ് ഹുസൈനെയും വിളിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ആരിഫ് ഹുസൈൻ ഒരു നിമിഷം. തീർച്ചയായിട്ടും എല്ലാ പുസ്തകങ്ങളുമായിട്ട് വരാം. ഓക്കെ.